കിടക്കയിലേക്ക് തള്ളിയിട്ട ശേഷം വായ പൊത്തിപ്പിടിച്ചും കഴുത്തമർത്തിയും ശ്വാസം മുട്ടിച്ചാണ് ഫസീലയെ പ്രതി അബ്ദുൽ സനൂഫ് കൊന്നത്. ഒറ്റപ്പാലം പോലീസിൽ സനൂഫിനെതിരെ ഫസീല നൽകിയിരുന്ന പീഡന പരാതിയിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പരാതി ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഫസീലയെ പറഞ്ഞു സമ്മതിപ്പിച്ച് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ എത്തിച്ചത്. വാക്കുതർക്കമായതോടെ ഫസീലയെ കൊലപ്പെടുത്തി. ഈ പ്രതി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് പരാതിക്കാർ പോവില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൻ്റെ ഒടുവിൽ ശാരീരികമായിട്ട് ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്ത്രീ ഭയങ്കരമായിട്ട് ബഹളം വെച്ചപ്പോൾ നേരത്തെ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ളതിൻ്റെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ വീണ്ടും തന്നെ മറ്റൊരു റേപ്പ് കേസിലേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് ഇവരെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വായപ്പൊത്തി പിടിക്കുകയും പിന്നീട് കഴുത്തിനമർത്തുകയും കിടക്കയിലേക്ക് കിടത്തിയിട്ട് കഴുത്ത് ബലമായിട്ട് പിടിച്ച സമയത്താണ് ഈ സ്ത്രീ ശ്വാസം മുട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്നത്. കൊല നടത്തിയതിനു ശേഷം അബ്ദുൽ സനൂഫ് കേരളം വിട്ടു. പാലക്കാട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാറും പ്രതി ബന്ധപ്പെടാൻ ശ്രമിച്ച സുഹൃത്തിനെയും CCTV ദൃശ്യങ്ങളുമാണ് പോലീസിന് സനൂഫിലേക്ക് എത്താനുള്ള വഴിയൊരുക്കിയത്. തിരിച്ചറിയാതിരിക്കാനായി സഞ്ചാരത്തിനിടയിൽ പ്രതി വിവിധ സ്ഥലങ്ങളിൽ നിന്നായി വസ്ത്രവും മാറിയിരുന്നു. ഒടുവിൽ ചെന്നൈയിൽ വെച്ച് പ്രതിയെ പിടികൂടി. നിരന്തരമായിട്ട് വസ്ത്രങ്ങൾ ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷർട്ടിൻ്റെ കളറോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാമറയുടെ ഇതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. മാത്രവുമല്ല നേരത്തെ ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4 നമ്പറുകൾ, പോലീസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറുകൾ, ഈ നമ്പറുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഗൗഡ ചൗഡ എന്ന പേരിലുള്ള ഒരു ദക്ഷിണ കന്നഡയിലെ ഒരാളുടെ പേരിലുള്ള ഒരു സിം ഇദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലായി. ആ സിമ്മിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ഈ പ്രതിയിലേക്ക് എത്തിച്ചത്. ഓപ്പറേഷൻ നവംബർ എന്ന പേരിലായിരുന്നു നടക്കാവ് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം. എരഞ്ഞിപ്പാലത്തെ ലോഡ്ജുകളിൽ സമീപകാലത്ത് നടന്ന 2ാമത്തെ കൊലപാതകമാണിത്. അബ്ദുൽ സനൂഫ് വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായിരുന്നു. യാത്രക്കിടയിലാണ് ഫസീലയുമായി സൗഹൃദത്തിലാവുന്നത്. ഇടയ്ക്കെപ്പോയോ ബന്ധം വഷളായി. ഒടുവിൽ കൊലപാതകം. ഇനി അറിയേണ്ടത് കൊലപാതകത്തിൽ സനൂഫിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.